വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം കൊണ്ടാണ് കേട്ടോ വന്നിട്ടിങ്ങനെ എന്താണെന്ന് കാണിച്ചു തരാവേ. ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാം. ഇതാണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ കല്ലുമ്മക്കായ്. ഞാനിന്ന് കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ കല്ലുമ്മക്കായൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഓരേ നല്ല ഇതിൻ്റെ മുകളിലുള്ള കച്ചറകളൊക്കെ മാറ്റി ഒരു കത്തി വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുക. പിന്നെ ഇവിടെ ഒരു നാരുണ്ടാവും, അതും വലിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഓരോ എന്താ പറയുക ഇതിനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കണം. അത് നമുക്കിങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിൽ കാണുന്ന പോലെ ഈ ഒരു സൈഡിൽ കത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോന്നോരോന്നായി ഇതുപോലെ ഇതാ അടർത്തിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഇത് ഫുള്ള് നമുക്കിനി അടർത്തിയെടുക്കുക. സൂക്ഷിക്കണം കേട്ടോ, കൈയൊക്കെ മുറിവും. കണ്ടോ ഇതിനെ നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലിങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത് ഫുള്ള് അടർത്തിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിനി 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ പൂയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ കഴുകി ഒരു 3-4 വെള്ളത്തിൽ നമുക്കിങ്ങനെ കഴുകിയെടുക്കണം. ഇപ്പം നമ്മളെ കല്ലുമ്മക്കായ് അധികം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറുതും വലുതും ആയ എല്ലാ കല്ലുമ്മക്കായും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുത്തിട്ട് നല്ല വലിയ കല്ലുമ്മക്കായെങ്കിൽ നല്ല ഇതിൽ ആക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ കഴുകിയെടുക്കാം. ഇത് ഇങ്ങനെ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പൈപ്പിൽ വെച്ചിട്ട് കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകണം കേട്ടോ, പൂയി ഉണ്ടാവും. നമുക്കിനി ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതെന്തിനും ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിലുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വാർന്നു പോകും. നമുക്ക് കല്ലുമ്മക്കായിൽ നനയ്ക്കേണ്ട കൂട്ടാണ്. നമുക്ക് എന്തെല്ലാം വേണ്ടത് നോക്കാം. ഞാൻ 2 ഗ്ലാസ് പുഴുങ്ങലരി 6 മണിക്കൂർ 5-6 മണിക്കൂർ പുതിർത്ത് വെച്ചതാണിത്. പിന്നെ 1 കപ്പ് തേങ്ങ, 1 മുറി തേങ്ങ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടി, പിന്നെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കേട്ടോ. പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6-7 ചെറിയുള്ളി. ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ അരിയാൻ പാടില്ല കേട്ടോ. ഇതൊരു മിതമായ രീതിയിൽ അരിഞ്ഞതാണ്. നമുക്ക് ഇനി ഇതിങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നായി അരച്ച് വെക്കാം. ഇങ്ങനെയാണ് അരക്കേണ്ടതെന്ന് വെച്ചാൽ
ഈ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒരു അധികം ഓവറായി നടിക്കാണ്ട് ചെറിയ രീതിയിൽ ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ചൊരു ക്ലോസ് എടുക്കുക. കണ്ടോ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അധികം വലിപ്പത്തിലാവുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അതെ, ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വലിപ്പത്തിലായിരിക്കുമല്ലോ. അതെ, ഇങ്ങനെ നമുക്കിതെല്ലാം ഇതേപോലെ നിറച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇത് നേരെ കഴിക്കാത്തവരുണ്ടോ? നമ്മൾ തലശ്ശേരിയിൽ നമ്മൾക്കാർക്ക് അധികം കിട്ടുന്ന ഒരു സുലഭമായ ഒരു ഭക്ഷണമാണിത്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. പണ്ട് മുതലേ എല്ലാവർക്കും ഭയങ്കര കല്ലുമ്മക്കായ നിറച്ചതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇത് ഇഷ്ടമുള്ളത്. കണ്ണൂരുകാരല്ലാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് കഴിക്കണം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. നമുക്ക് ഇനി ഇത് ഫുള്ള് നിറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നിറച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ബാലൻസ് വന്നത് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത് തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഓരോ കല്ലുമ്മക്കായിട്ട് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ചെറിയ കല്ലുമ്മക്കായും ഉണ്ട്, വലിയ കല്ലുമ്മക്കായും, എല്ലാം കല്ലുമ്മക്കായും ഉണ്ട് കേട്ടോ. അപ്പോൾ സീസൺ തുടങ്ങുന്ന ടൈമിൽ തന്നെ പിടിക്കുന്നതുകൊണ്ട് മറ്റേ ചെറുതും വലുതും എല്ലാം മിക്സായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് കൊണ്ടുവരാം. എല്ലാം സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ. നമുക്കിതെല്ലാം പിന്നെ അടച്ചെടുക്കാം കേട്ടോ. എല്ലാം ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. ഞാനൊരു ഫോൺ വന്നിട്ട് പോയതായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വേഗം ആ വേണ്ടിയിട്ട് പകുതി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ ഇതിൻ്റെ നല്ല ചൂട് തണിഞ്ഞിട്ടാ ശരിക്കും വളർത്തണ്ടേ. നമുക്ക് തിരക്ക് കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടിയിൽ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഇതെടുത്തിട്ട് നമുക്കിങ്ങനെ അടത്തിയെടുക്കാം കേട്ടോ. വേഗം വരും, നല്ലോണം വെന്ത് കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ വേഗം വരും. അതുപോലെ നമുക്ക് പൊളും ഫ്രണ്ട്സ് പൊളും എല്ലാം ഇതാ കണ്ടോ. എല്ലാം എൻ്റെ കല്ലുമ്മക്കായിലുള്ള കല്ലുമ്മക്കായി വേണ്ടോ. ഇതേപോലെ നല്ല വൃത്തിക്കെല്ലാം നമുക്കിത് മൊത്തം എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വരാം. നമ്മൾ എല്ലാ കല്ലുമ്മക്കായും ഇവിടെ ഇങ്ങനെ പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അതിനുള്ള മിക്സ് തയ്യാറാക്കണം. ഇത് നമുക്ക് ഫ്രഷ് കല്ലുമ്മക്കായുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടുന്നത് പിന്നെ ഇങ്ങനെ നല്ല ഫ്രഷ് കല്ലുമ്മക്കായി വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ഇത് കണ്ടോ, നല്ല ഇതുപോലെ കിട്ടും, നല്ല വൃത്തിക്ക് ഇതുപോലെ. അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെന്നതെങ്കിൽ ഈ തോലും വന്ന് ഇതിൻ്റെ മേലിൽ നിന്ന് വേഗം അടർന്നിങ്ങി വരും. ഇനി നമുക്ക് ഇതിൻ്റെ
പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. ഇപ്പോൾ 2 മുളക് പൊടി എടുക്കുന്നുണ്ട്. അധികം എരിവായുണ്ടായതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് സാധാ നോർമൽ മുളക് പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവ് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ, കാരണം ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് കൂട്ടുള്ളത്. നമ്മൾ എത്രയാണ് നമുക്ക് എരിവ് വേണ്ടത് അതുപോലെയാണ് കേട്ടോ. നമ്മൾ മുളക് പൊടിൻ്റെ അധികം എരിവ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോ നേരത്തെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ നേരങ്ങൾ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് ആയതിന് നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കല്ലുമ്മക്കായി ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിടാം. ഇതൊരു 3 സൈഡിനുള്ളിൽ ഇതുപോലെ മറിച്ചിടണം കേട്ടോ. നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ ആയത് നമുക്കിത് ഓരോന്നെടുത്ത് ബൗളിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ. അതുപോലെ ഇതെൻ്റെ കുറച്ചൊന്ന് കൂടുതലായിപ്പോയി. ഒക്കെ മാത്രമേ ആവുള്ളൂ കേട്ടോ. തീ കുറച്ച് കൂടുതലായിപ്പോയി. നമുക്ക് ഇതൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഒറ്റക്കാളും വീഡിയോ എടുക്കാൻ. അമ്മ ഋതുവിൻ്റെ കൂടെ ഉള്ളത്. ഋതുമോള്
നിൽക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനിയും ചുടാൻ ബാക്കിയുണ്ടല്ലോ, അതും കൂടി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അടുത്തത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഇതൊക്കെ കല്ലുമ്മക്കായില്ലാണ്ട് ബാക്കിയൊന്ന് മാവ് ഞാൻ വെക്കാം കേട്ടോ. നമുക്കിത് ജസ്റ്റ് ആയി നോക്കിയിട്ട് മറക്കണം. ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു വേവ കറക്റ്റ് വേണ്ട. നമുക്ക് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ആവുന്നുള്ളൂ. നമ്മൾ ആദ്യം വെച്ചതൊക്കെ നമുക്കായിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ആയിട്ട് നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം. കല്ലുമ്മക്കായി നിറച്ചത് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ഭംഗിയല്ലേ ഇവിടെ, നല്ല മണക്കുണ്ട്. നമുക്കിതിന് കഴിച്ചു നോക്കാം കേട്ടോ. അയ്യോ തുള്ളിപ്പോയി. നല്ല ശരിയായ അരവൊക്കെ കറക്റ്റായിട്ട് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെയാണ് കല്ലുമ്മക്കായി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കല്ലുമ്മക്കായി അടക്കം ഇങ്ങനെ കടിച്ചതാ. ഇത് അടക്കം കടിച്ചു വന്നാൽ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ബൈ. ഞാൻ ഇതെല്ലാം കഴിച്ചു തീർക്കട്ടെ കേട്ടോ. ഇത് ഫുള്ള് എനിക്കൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും കൂടിയുള്ളതാണ്. അപ്പോൾ ബൈ.